നാരായണ നാരായണ ശ്രീമന്നാരായണീയം. നാരായണീയത്തിലെ 34-ാമത്തെ ദശകമാണ്. അതിൽ 3 ശ്ലോകം നമ്മൾ വായിച്ചു. 4-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യുന്നു. രാമാവതാരം രാമായണം 2 ദശകങ്ങളിലായിട്ട് 20 ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ 3 ശ്ലോകം നമ്മൾ പറഞ്ഞു. ഇനി 4-ാമത്തെ ശ്ലോകം. ആരുന്ധാനേ രുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാതേ യാതോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാധീശപുത്രിയാം. ഇവിടെ രുഷാന്ധേ ആരുന്ധാനെ, കോപം കൊണ്ട് കണ്ണ് കാണാത്തതായിട്ടുള്ള, അതേപോലെ ഈ ശ്രീരാമനും സീതയും അനുജന്മാരും പത്നിമാരും കൂടിയിട്ട് യാത്രയാവുമ്പോൾ, വരൻ്റെ ഗൃഹത്തിലേക്ക് വധുഗൃഹത്തിൽ നിന്ന് യാത്രയാവുമ്പോൾ മാർഗത്തിൽ തടയുന്ന ആ ഒരു രീതിയിൽ ഭൃഗുകുലത്തിൻ്റെ തിലകം, ഭാർഗവകുലത്തിൻ്റെ തിലകമാണ് പരശുരാമൻ. സൂര്യവംശത്തിൻ്റെ തിലകമാണ് ശ്രീരാമൻ. ചന്ദ്രവംശത്തിൻ്റെ തിലകമാണ് ശ്രീകൃഷ്ണൻ. ഇപ്പോൾ ഇവിടെ ഭൃഗുകുല തിലകമായിട്ടുള്ള പരശുരാമൻ സ്വതേജ, തൻ്റെ പരശുരാമ തേജസ് സംക്രമയ്യ, രാമനിൽ സംക്രമയ്യ, രാമയെ സംക്രമയ്യ, രാമനിലേക്ക് കൊടുത്തു, സംക്രമിപ്പിച്ചു. യാതെ, അതിനുശേഷം പരശുരാമൻ പോയി. അയോധ്യ, ശ്രീരാമൻ വീണ്ടും അയോധ്യയെ യാതഹ അസി, പ്രാപിച്ചു. ആ സമയത്ത് ഹേ കാന്തമൂർത്തേ, മനോഹര രൂപനായിട്ടുള്ള ദേവ. അവിടെ സീതയുടെ ഇഷ്ടഭർത്താവേ, അതാണ് ഹേ കാന്തമൂർത്തേ. സീതയുടെ കാന്തനാണ്, അതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ ഉപയോഗിക്കാൻ കാരണം. ഇഹ കാന്തയ, അവിടെ ഭാര്യയായിട്ടുള്ള സീതയോടൊരുമിച്ച് സുഖം നിവസൻ, നന്നായിട്ട് തന്നെ വസിച്ചു. 12 കൊല്ലം അവിടെ സുഖമായിട്ട് വസിച്ചു. അതിന് ശേഷമാണ് പിന്നെ യാത്ര വനവാസത്തിലേക്ക്. 12 കൊല്ലം സീതയും രാമനും അതേപോലെ അനുജന്മാരും പത്നിമാരും കൂടിയിട്ട് അയോധ്യയിൽ സുഖവാസം നടത്തി. അവരുടേതായിട്ടുള്ള എല്ലാ സുഖങ്ങളെയും ആ സമയത്ത് അനുഭവിച്ചു. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഏകദ, ഒരിക്കൽ ഭരതേ ശത്രുഘ്നേന മാതുലസ്യ അധിവാസം ഗതവതി. ഭരതൻ ഒരു ദിവസം ശത്രുഘ്നനോട് കൂടിയിട്ട് ഭരതൻ്റെ അമ്മാവനായിട്ടുള്ള കേകയ രാജാവായിട്ടുള്ള യുധാജിത്ത് വന്നിട്ട് ഭരതനെ കൂട്ടിക്കൊണ്ടുപോയി. ഭരതനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഒപ്പം ശത്രുഘ്നനും കൂടെ പോയി. അധിവാസം, മാതുലസ്യ ഗൃഹേ അധിവാസം, ആ അമ്മാവൻ്റെ ഗൃഹത്തിലേക്ക് പോയി. ആ സമയത്ത് താത ആരബ്ധ, ദശരഥനാൽ, പിതാവ് ദശരഥൻ, രാമൻ്റെ അച്ഛൻ വസിഷ്ഠ മഹർഷി പറഞ്ഞിട്ട് പിതാവിനാൽ ആരംഭിക്കപ്പെട്ടതായിട്ടുള്ള തവ അഭിഷേക, രാജ്യാഭിഷേകം, കേകയ അധീശപുത്രിയ, കേകയൻ്റെ മകളായിട്ടുള്ള കേകയപുത്രിയായിട്ടുള്ള കൈകേയിയാൽ വിഗത കില, തടുക്കപ്പെട്ടു. ഇവിടെ വിവാഹം കഴിഞ്ഞ് സുഖമായിട്ട് 12 കൊല്ലം അവിടെ താമസിച്ചു. ആ സമയത്ത് വളരെ സുഖത്തെ അവർ അനുഭവിച്ചു. അതിനുശേഷം രാജകുമാരനായിട്ട്, രാജാവായിട്ട്, അടുത്ത കിരീടാവകാശിയായിട്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിച്ചു. അതിനെ കൈകേയി തടുത്തു. വിവാഹം കഴിഞ്ഞിട്ട് അയോധ്യയിലേക്ക് പോകുന്ന വഴിക്ക് പരശുരാമൻ വരുന്നു. ഏത് രാമനാണ് എൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ വിഷ്ണുവാണല്ലോ, എൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു പഴയ വില്ല്, ശിവധനുസാണ്, തുരുമ്പിച്ചതായിട്ടുള്ളൊരു വില്ല് പൊട്ടിച്ചു കേമനായിട്ട് ഞെളിഞ്ഞ്, അതൊരു ശരിയല്ലല്ലോ, നിനക്ക് പറ്റുമെങ്കിൽ എന്നോട് നേരിടൂ, അപ്പോൾ വീര്യത്തെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാം, അല്ലെങ്കിൽ സമ്മതിക്കില്ല, ഈ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ ഭഗവാൻ തൻ്റെ പരശുരാമൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള ആ വില്ല് വലിച്ചെടുത്ത് അത് കൊലച്ചു. എന്നിട്ട്
ഈ അസ്ത്രം ഞാൻ ഇനി എവിടേക്കാണ് വിടേണ്ടത്, ലക്ഷ്യം കാണിച്ചു തരൂ എന്ന് പരശുരാമനോട് ശ്രീരാമൻ പറഞ്ഞു. അപ്പോൾ ഇത് വിഷ്ണു തന്നെയാണെന്ന് പരശുരാമനും ബോധ്യമായപ്പോൾ തൻ്റെ കുട്ടിക്കാലത്ത് ഭഗവാനെ തപസ് ചെയ്തതും വിഷ്ണു തേജസ് സമയമാകുമ്പോൾ തിരിച്ച് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞതും ശ്രീരാമനായിട്ട് ഞാൻ വരും എന്ന് അതെല്ലാം പറഞ്ഞൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു. എനിക്ക് ഇനിയും ഇവിടെ ഉത്തരവാദിത്തങ്ങൾ ധാരാളമുണ്ട്. അടുത്ത മന്വന്തരത്തിൽ സപ്തർഷി ആവേണ്ട ആളാണ്. അപ്പം അതുകൊണ്ട് എന്നെ ഇപ്പോൾ തപസ്സിനായിട്ട് പോകാൻ അനുവദിക്കണം. അതുകൊണ്ട് അങ്ങ് എൻ്റെ ഈ വൈഷ്ണവ തേജസ്സിനെ ലക്ഷീകരിച്ചോളൂ, അത് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പരശുരാമന് ഇനിയും കർത്തവ്യങ്ങൾ ധാരാളമുണ്ട്. ഈ ജ്ഞാനത്തെ അനവധി ശിഷ്യന്മാർക്കായിട്ട് കൊടുക്കണം. ആ കൊടുക്കുന്നതായിട്ടുള്ള ജ്ഞാനത്തെ ലോകഹിതത്തിനായിട്ട് പ്രയോഗിക്കപ്പെടണം. അതിൽ കർണൻ്റെ വിദ്യയും പെടും. കർണൻ്റെ വിദ്യ അസ്ഥാനത്താക്കലും അതില്ലാച്ചാൽ ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ ഇനി അനവധിയുണ്ട് കാര്യങ്ങൾ, കുറച്ചൊന്നല്ല. അതുകൊണ്ട് ഇപ്പോൾ അവതാര ഉദ്ദേശം അത് കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇനിയും ബാക്കിയുള്ള കടമകളെ ചെയ്യാനായിട്ട് അടുത്ത മന്വന്തരത്തിൽ സപ്തർഷിയിൽ ഒരാളാവാൻ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് അപ്പം അത് വേണം, അതിനെ അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണുവിൻ്റെ തേജസ് ഞാനിതാ തരണു എന്ന് പറഞ്ഞപ്പോൾ അതിനെ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ അതിനെ സ്വീകരിച്ചു. ശ്രീരാമൻ മർത്യഭാവത്തിലാണ്. അപ്പം അതുകൊണ്ട് പരശുരാമൻ്റെ അനുവാദത്തോട് കൂടിയിട്ടേ എടുക്കാൻ നിവൃത്തിയുള്ളൂ. മർത്യാവതാരസ്വിഹ മർത്യലക്ഷണം. അപ്പം അതുകൊണ്ട് ഈ മർത്യഭാവത്തിൽ നിന്ന് വിടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പരശുരാമനാൽ അത് കൊടുക്കപ്പെട്ടു എന്നതാണ്. അതുകൊണ്ടാണ് സംക്രമിപ്പിച്ചു എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാനുള്ള കാരണം. സംക്രമയ്യ, അവിടെ മേൽപ്പത്തൂര് കരുതി കൂട്ടിയിട്ടാണ് ആ വാക്ക് ചേർത്തത്. മർത്യഭാവമാണ് ശ്രീരാമൻ, പരശുരാമന് ഈശ്വരഭാവമുണ്ട്. അപ്പം അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ആ തേജസ് കൊടുക്കുകയല്ല ഉണ്ടായത്, ശ്രീരാമൻ എടുക്കുകയല്ല ഉണ്ടായത്. പരശുരാമൻ അങ്ങോട്ട് സംക്രമിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ആ പരശുരാമൻ തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് മന്ദിരപർവ്വതത്തിലേക്ക് തപസ്സിന് പോവുകയും ചെയ്തു. ശ്രീരാമൻ വീണ്ടും സമാധാനത്തോടു കൂടിയിട്ട് അച്ഛനും അമ്മമാരും അനുജന്മാരും പത്നിമാരും എല്ലാവരും കൂടിയിട്ട് അയോധ്യയിൽ പോയി സുഖമായിട്ട് 12 കൊല്ലം വസിച്ചു എന്ന് ഈ ശ്ലോകം. രുഷാന്ധേ ആരുന്ധാനെ ഭൃഗുകുലതിലകെ സ്വതേജ സംക്രമയ്യ യാദേ അയോധ്യാം യാദഃ അസി ഹേ കാന്തമൂർത്തെ ഇഹ കാന്തയാ സുഖം നിവസൻ അഥ ഏകദാ ഭരതേ ശത്രുഘ്നേന മാതുരസ്യ അധിവാസം ഗതവതി താദാരബ്ധഃ തവ അഭിഷേകഃ കേകയാധീശപുത്ര്യ വിഗതഃ കില എന്ന് അന്വയം. ആരുന്ധാനെ രുഷാന്ധേ ഭൃഗുകുലതിലകെ സംക്രമയ്യ സ്വതേജഃ യാദേ യാദഃ അസ്യ അയോധ്യാം സുഖം ഇഹ നിവസൻ കാന്തയ കാന്തമൂർത്തെ ശത്രുഘ്നേന ഏകദ അഥ ഗതവതി ഭരതേ മാതുലസ്യ അധിവാസം താത ആരബ്ധഃ അഭിഷേകഃ തവ കില വിഹതഃ കേകയ അധീശപുത്ര്യ എന്ന് പദച്ഛേദം. കേകയ അധീശപുത്ര്യ. ആരുന്ധാനേ രുഷാന്ധേ ഭൃഗുകുലതിലകെ സംക്രമയ്യ സ്വതേജോ യാദേ യാദോസ്യ അയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തെ ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യ അധിവാസം താദാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാ അധീശപുത്ര്യ. ഇനി അഞ്ചാമത്തെ ശ്ലോകം. താദോക്രിയ യാതു കാമോ വനമനുജവധൂ സംയുതശ്ചാവധാര പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരീ നാവാസന്തീര്യ ഗംഗാമധിപദവി പുനസ്ത്വം ഭരദ്വാജമാരാന്നത്വാ തദ്വാക്യഹേതോരതിസുഖമവസശ്ചിത്രകൂടേ ഗിരീന്ദ്രേ ത്വം
താതോക്രിയ. ഭഗവാനെ ശ്രീരാമ, അങ്ങ് പിതാവിൻ്റെ വാക്കിനാൽ, ഇവിടെ ശ്രീകൃഷ്ണനോട് മേപ്പത്തൂർ പറയാണ്, പിതാവിൻ്റെ വാക്കിനാൽ വനം യാതുകാമഹ, വനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഭാവത്തിൽ ശ്രീരാമനെ എത്തിച്ചു. അത് ശ്രീരാമൻ്റെ സീതയുടെ ഒരു ലീലയാണ്. അതായത് കൈകേയിയെ കൊണ്ട് ദേവന്മാരാൽ അത് പറയിച്ചതാണ്. മന്ധരയുടെ ഏഷണി കേട്ട് അത് കൈകേയിയാൽ ഇങ്ങനെ പറയപ്പെട്ടു: ശ്രീരാമൻ്റെ അഭിഷേകം തടയണം, എൻ്റെ മകൻ ഭരതൻ രാജാവണം, ശ്രീരാമനെ 14 കൊല്ലം വനവാസത്തിന് അയക്കണം എന്ന് ആവശ്യപ്പെട്ടു. അത് ഭഗവാന്റെ ലീലയാണ്. ത്വം താതോക്രിയ, അതുകൊണ്ട് അച്ഛൻ്റെ വാക്കിനെ അനുസരിച്ചുകൊണ്ട് വനം യാതുകാമഹ. അപ്പം അതുകൊണ്ടല്ല വനത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചത്. ഭഗവാന്റെ അവതാരോദ്ദേശം നടത്തുക എന്നുള്ളത് ഈ അതിഭീകരനായിട്ട് വലിയവനായിട്ട് വന്ന രാവണനെ, ചെറിയവനായിട്ട് വന്ന മർത്യഭാവത്തിൽ വന്ന രാക്ഷസനായിട്ടുള്ള രാവണനെ മർത്യനായിട്ടുള്ള രാമൻ വധിക്കുക എന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച്. അപ്പം അതിന് വനവാസം തന്നെ വേണ്ടി വരും. അതും ഒരു കരുതി കൂട്ടിയിട്ടുള്ള ലീലയാണ്. നക്ഷത്രകരണം ഭുവ, അത് പരശുരാമൻ്റെ ഡ്യൂട്ടി. ഇവിടെ രാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിക്കുക എന്നത് ശ്രീരാമൻ്റെ ഡ്യൂട്ടി. അവിടെ നക്ഷത്രകരണം എന്നുള്ളത് രാക്ഷസന്മാർ രാജാക്കന്മാരായിട്ട് വന്ന് ജനിച്ചു, അവരെ വധിച്ചു. ശ്രീകൃഷ്ണനും അതേപോലെ തന്നെയാണ്. ഈ രാക്ഷസന്മാരാണ് രാജാക്കന്മാരായിട്ട് വന്നത്, അവരെ താനും കുറെ വധിച്ചു, അർജുനനെ കൊണ്ട് കുറെ വധിപ്പിച്ചു, മറ്റുള്ളവരെ കൊണ്ട് കുറെ വധിപ്പിച്ചു. ഇങ്ങനെയാണ് ഇവിടെ ശ്രീരാമൻ നേരിട്ട് ഈ രാക്ഷസകുലത്തെ മുഴുവൻ നശിപ്പിച്ചു. ഇവിടെ ഇതെല്ലാം നക്ഷത്ര അത് തന്നെയാണ്. ഈ ക്ഷാത്ര തേജസ്, അതേപോലെ തന്നെ ഈ തമോ ഗുണികളായിട്ടുള്ള രാക്ഷസ തേജസ്, രജോ ഗുണമായിട്ടുള്ള ആസുര തേജസ്, അതൊക്കെ സാത്വികതയ്ക്ക് വലിയ കുഴപ്പങ്ങളുണ്ടാക്കും. ആ കുഴപ്പങ്ങളുണ്ടാക്കണേ അതിനെ തടയാൻ വേണ്ടിയിട്ട്, ഈ ദുഷ്ടത ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാൽ ഇപ്രകാരത്തിൽ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ വനത്തിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അനുജവധൂ സംയുത, അനുജനോടും ഭാര്യയോടും കൂടി. പിന്നെ അവിടെ ഭഗവാന്റെ ഒരു ലീല മറ്റൊന്ന്, ഭരതനെ രാജാവാക്കണം എന്ന് പറഞ്ഞു. നിയമപ്രകാരം ഭരതനെ രാജാവാക്കാൻ ഭരതൻ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നീട് രാമന് ഈ ഭരതൻ്റെ ഒരു ഔദാര്യമായിട്ട് മാറും തിരിച്ച് രാജ്യം കൊടുക്കണ സമയത്ത്. നേരെ മറിച്ച് ഭരതൻ്റെ അനുജനായിട്ടുള്ള ശത്രുഘ്നനെ കൊണ്ട് രാമന് വേണ്ടിയിട്ട് ഭരതൻ ശത്രുഘ്നനെ കൊണ്ട് ഭരിപ്പിക്കുകയാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് ഭരിച്ചു എന്നതുകൊണ്ട് തിരിച്ച് രാമൻ വരുമ്പോൾ ഇത് കൊടുക്കാൻ പ്രയാസമില്ല, ഔദാര്യത്തിൻ്റെ വിഷയമില്ല. അപ്പോൾ രാമനാൽ ദാനം ചെയ്യപ്പെട്ടതായിട്ടുള്ള ഭൂമിയെ ഭരതൻ ഭരിച്ചു. ഭരതൻ നേരിട്ട് ഭരിച്ചില്ല, ശത്രുഘ്നനെ കൊണ്ട് ഭരിപ്പിച്ചു. അച്ഛൻ്റെ മരണശേഷം കാട്ടിലേക്ക് എത്തി രാമനെ കണ്ട് പാതുകം വാങ്ങി തിരിച്ചു പോയി പട്ടണത്തിലേക്ക് കടക്കാതെ കണ്ട് നന്ദിഗ്രാമത്തിലിരുന്ന് വനവാസി എങ്ങനെയാണോ കഴിയേണ്ടത് അതേപോലെ വ്രതശുദ്ധിയോട് കൂടിയിട്ട് ഏട്ടന് വേണ്ടിയിട്ട് രാജ്യഭരണം നന്നായിട്ട് തന്നെ ചെയ്യിക്കുകയാണ് ഉണ്ടായത് അനുജനെ കൊണ്ട്. അപ്പോൾ അവിടെ മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള രാമൻ്റെ രാമോ വിഗ്രഹവാൻ ധർമ്മ. ഇപ്പോൾ രാമൻ മാത്രമല്ല, രാമനായാലും ലക്ഷ്മണനായാലും ഭരതനായാലും ശത്രുഘ്നനായാലും ധർമ്മത്തിൻ്റെ കാര്യത്തിൽ അവരെല്ലാവരും വിശേഷണ ഗ്രഹിക്കേണ്ടതായിട്ടുള്ള വിഗ്രഹങ്ങൾ തന്നെയാണ്. നമുക്ക് ബഹുമാനത്തോടു കൂടിയിട്ട് ഈശ്വരന്മാർ ഇങ്ങനെ മർത്യഭാവത്തിൽ വന്നൂലോ എന്ന് അവരെ എപ്പോഴും നമസ്കരിക്കേണ്ട ഒരു അവസ്ഥ ഭഗവാന്മാരാൽ ഉണ്ടാക്കി. അതാണ്, അതുകൊണ്ടാണ് വനം യാതുകാമ, വനത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച. അനുജവധൂ സംയുത, അനുജനോടും ഭാര്യയോടും കൂടിയിട്ട് ചാപധാരഹ, സീതയും ലക്ഷ്മണനും കൂടിയിട്ട് ഈ കോദണ്ഡം എന്ന വില്ല് ധരിച്ചുകൊണ്ട്
മാർഗേ പോണ വഴിക്ക് വഴിയിൽ പൗരജനങ്ങൾ ആരുധ്യ പിന്നിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ തന്നെ ആക്കി തടുത്തു എന്ന് സാരം. അപ്പോൾ തടുത്തു കഴിഞ്ഞപ്പോൾ ഗുഹ നിലയഗതഃ ഗുഹൻ്റെ കാട്ടിലെ രാജാവാണ് ഗുഹൻ. ആ ഗുഹൻ്റെ വസതിയിൽ ചെന്ന് ചേർന്നു. എന്നിട്ട് ജടാചീരധാരി അവിടെ നിന്ന് അവരെ പറഞ്ഞയച്ചു. രാത്രി സൂത്രത്തിൽ അവരെ പറഞ്ഞയച്ചു. എന്നിട്ട് ജടയും വൽക്കലും ഒക്കെ ധരിച്ച് തോണിയിലൂടെ ഗംഗാ നദിയെ സന്ധീര്യ കടന്നു. പിന്നീട് അധിപദവി വഴിയിൽ സമീപം ആ ഭരദ്വാജാശ്രമമുണ്ട്. ഗംഗ കടന്നു കഴിഞ്ഞപ്പോഴാണ് ഭരദ്വാജാശ്രമത്തിലേക്ക് കാട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ അധിപദവി ആരാധത്തം ഭരദ്വാജം നത്വ ആ ഭരദ്വാജ മഹർഷിയെ നമസ്കരിച്ചിട്ട് തദ്വാക്യഹേതോഹോ അപ്പോൾ അവിടെ കുറച്ച് ദിവസം താമസിച്ചു. എന്നിട്ട് ആ ഭരദ്വാജ മുനിയുടെ ആഗ്രഹത്തിനനുസരിച്ച് വാക്കുകൾക്കനുസരിച്ച് ചിത്രകൂടം എന്ന പ്രദേശത്ത് കാട്ടിൽ ഗിരീന്ദ്രേ ഒരു കുന്നിൻ്റെ മുകളിലാണ് പർവ്വതശ്രേഷ്ഠനിൽ സുഖം അവസത് അവിടെ സുഖമായിട്ട് വസിച്ചു. അപ്പോൾ ഭരദ്വാജാശ്രമത്തിൽ നിന്ന് ഒരു കുന്ന് കടന്ന് ആ ചിത്രകൂടം എന്നുള്ള പ്രദേശത്ത് ഈ ഋഷിയുടെ ശിഷ്യന്മാർ കാണിച്ചു കൊടുത്ത ആ സ്ഥലത്ത് സുഖമായിട്ട് താമസിച്ചു. അവിടെ കുറച്ച് കാലം താമസിച്ചുള്ളൂ. അപ്പോഴേക്കും ഇവിടെ അച്ഛൻ മരിച്ചിട്ട് ഇവർ വരും. പിന്നെ പഞ്ചവടിയിലാണ് കൂടുതൽ കാലം, 12 വർഷം അവിടെ വസിച്ചു എന്നുള്ളതാണ് കണക്ക്. ത്വം താദോക്ത്യ വനം യാതുകാമഃ അനുജവധൂ സംയുതഃ ചാപധാരഃ മാർഗേ പൗരാൻ ആരുധ്യ ഗുഹ നിലയഗതഃ ജടാചീരധാരി നാവാ ഗംഗാം സന്ധീര്യ അധിപദവി ആരാത് തം ഭരദ്വാജം നത്വ തദ്വാക്യഹേതോഃ ചിത്രകൂടേ ഗിരീന്ദ്രേ സുഖം അവസത്. അന്വയം. ഭഗവാനെ അങ്ങ് അച്ഛൻ്റെ വാക്ക് കേട്ട് വനത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. അതിനുശേഷം അനുജനോടും ലക്ഷ്മണനോടും ഭാര്യ സീതയോടും കൂടിയിട്ട് കോദണ്ഡം എന്ന വില്ലും ധരിച്ച് വഴിയിൽ തടുത്തതായിട്ടുള്ള ആ ജനങ്ങളെ മുഴുവൻ പിന്നിലാക്കിക്കൊണ്ട് അവരെ സൂത്രത്തിൽ രാത്രി പറഞ്ഞയച്ചുകൊണ്ട് കാട്ടിലെത്തി ഗുഹൻ്റെ വസതിയിൽ കാട്ടുരാജാവായിട്ടുള്ള ഗുഹൻ്റെ വസതിയിൽ എത്തി. അവിടെ നിന്ന് ഗുഹൻ്റെ സഹായത്തോട് കൂടിയിട്ട് ജടാവൽക്കലം ഒക്കെ ധരിച്ചതിന് ശേഷം തലയിലൊക്കെ ജട കെട്ടി, ആലിൻ്റെ കറ കൊണ്ട് ജട കെട്ടി, അങ്ങനെയാണ്. പിന്നെ വൽക്കലമാണ് ധരിച്ചത്, മരവുരി. അതിനുശേഷം ഗംഗ കടക്കാൻ വേണ്ടിയിട്ട് തോണി കൊണ്ടാൻ പറഞ്ഞു. ഗുഹൻ തന്നെ തോണി തുഴഞ്ഞിട്ട് ഗംഗ അങ്ങനെ കാട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഭരദ്വാജാശ്രമം. ആ ഭരദ്വാജാശ്രമത്തിൽ കയറി അദ്ദേഹത്തിനെ നമസ്കരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച് ചിത്രകൂടം എന്നുള്ള ആ സ്ഥലത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു. അവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ കുറച്ചും കൂടി അങ്ങോട്ട് കടന്നിട്ടാണെന്നാണ്. എന്തായാലും അവിടെ സുഖമായിട്ട് താമസിച്ചു എന്ന ഈ ശ്ലോകം. സാദ ഉക്രിയ യാതുകാമഃ വനം അനുജവധൂ സംയുതഃ ചാപധാരഃ പൗരാൻ ആരുധ്യ മാർഗേ ഗുഹ നിലയഗതഃ ത്വം ജടാചീരധാരി നാവാ സന്ധീര്യ ഗംഗാം അധിപദവി തം ഭരദ്വാജം ആരാത് നത്വാ തത് വാക്യഹേതോഃ അതിസുഖം അവസഃ ചിത്രകൂടേ ഗിരീന്ദ്രേ എന്ന് പദച്ഛേദം. സാദോക്ത്യാ യാതുകാമോ വനമനുജവധൂ സംയുതശ്ചാപധാര പൗരാനാരുധ്യമാർഗേ ഗുഹ നിലയഗതസ്ത്വം ജടാചീരധാരി നാവാ സന്ധീര്യ ഗംഗാമധിപദവി പുനസ്തം ഭരദ്വാജമാരാന്നത്വാ തദ്വാക്യഹേതോരതിസുഖമവസശ്ചിത്രകൂടേ ഗിരീന്ദ്രേ. ഇനി 6ാമത്തെ ശ്ലോകം. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാൽ സ്വർഗയാദം സ്വതാദം തപ്തോ ദത്വാംബുതസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാധ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോശാരഭംഗീം. പുത്രാർത്തിഖിന്നം. അവിടെ പുത്രദുഃഖം കൊണ്ട് വളരെയധികം ദുഃഖിച്ചതായിട്ടുള്ള സ്വതാതം രാമൻ്റെ അച്ഛൻ ദശരഥൻ സ്വർഗയാതം ആ ദുഃഖം കൊണ്ട് ഹൃദയം പൊട്ടി മരിച്ചു, മുക്തി കിട്ടി. ഭരതമുഖാത്
ഭരതൻ്റെ വാക്കുകളിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഗുഹൻ്റെ അവിടെ വസിക്കുന്ന സമയത്താണ്, ചിത്രകൂടത്തിൽ വസിക്കുന്ന സമയത്താണ് ഇതെല്ലാം അറിയുന്നത്. അച്ഛൻ സ്വർഗം പോയി എന്ന് ഭരതൻ ഇവിടെ വന്ന് അമ്മമാരും വസിഷ്ഠനും എല്ലാവരും കൂടിയിട്ട് വന്നിട്ടാണ് പറയണത്. അച്ഛൻ മരിച്ചു. ശ്രുത്വ, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തപ്തഹ, വളരെയധികം വിഷമമുണ്ടായി. തപ്തഹ, ദുഃഖമുണ്ടായി. അല്ലാണ്ട് ശുണ്ഠിയെടുത്തു എന്നല്ല. തപ്തഹ എന്നുള്ളത് പുള്ളു വല്ലാണ്ട് വേദനിച്ചു. തസ്മൈ, അങ്ങനെ മരിച്ചതായിട്ടുള്ള അച്ഛനായിക്കൊണ്ട് അമ്പു ദത്വ, ജലം നൽകിയിട്ട്, എന്ന് വെച്ചാൽ ഉദകപൂർവം, തിലോദകം പിണ്ടോദകം ഒക്കെ വെള്ളത്തോട് കൂടിയിട്ട് എള്ള്, ചെറുള, കവ്യം, പിണ്ടം, അതുപോലെ ഓടപ്പഴപ്പിണ്ടം വെച്ചു എന്നൊക്കെയാണ്. ഏതായാലും ഈ വനവിഭവങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഫലാഹാരം പതിവുണ്ട്. താൻ കഴിക്കുന്നതാണ് കൊടുക്കുക. അതിനെ കവ്യമാക്കിക്കൊണ്ടാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരി ആയതുകൊണ്ട് വേവിച്ചിട്ടാണ്. അപ്പോൾ ഉണങ്ങല്ലരിയാണ് വയ്ക്കാറും. ഉണങ്ങല്ലരി വേവിച്ച് 14 തള എന്ന് കണക്ക്, ദേവന് 7 തള എന്ന് കണക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വയ്ക്കുക. ഏതായാലും ഇവിടെ ഓടപ്പഴപ്പിണ്ടം കൊണ്ടാണ് ഇത് ഉദകപൂർവം ചെയ്തത്. ബലി, ശ്രാദ്ധ, പിണ്ടാദി കാര്യങ്ങളൊക്കെ വേണ്ടേ, അതെല്ലാം ഇങ്ങനെയാണ് ചെയ്തത്. ജലം കൊടുത്തു. പിന്നെ ഈ ഭരതനിൽ നിന്ന് പാതുകം, ഭരതന് വേണ്ടിയിട്ട് തൻ്റെ സ്വന്തം മെതിയടി പാതുകം കൊടുത്തു. മേദിനിയും രാജ്യവും കൊടുത്തു. അപ്പോൾ അവിടെ ദാനം കൊടുക്കുക. ഇവിടെ ശ്രീരാമൻ്റേതാണ് ഈ രാജ്യം എന്ന് ഭരതൻ പറഞ്ഞു. എനിക്ക് അമ്മ വാങ്ങി തന്നു എന്ന് ഏട്ടൻ ധരിക്കരുത്. ഞാനത് സ്വീകരിച്ചിട്ടില്ല. മൂത്തപുത്രനായിട്ടുള്ള അങ്ങയ്ക്കാണ് രാജ്യാവകാശം. അത് അമ്മ പറഞ്ഞിട്ട് മാറ്റിയാൽ പറ്റില്ല. അപ്പോൾ അച്ഛനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ല, അതുകൊണ്ട് കാര്യമില്ല. ഏട്ടൻ്റെയാണ് രാജ്യം. ഏട്ടൻ്റെ രാജ്യം ഏട്ടൻ ഭരിക്കുക. ഇനി അമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനവാസം എന്നാണല്ലോ, അത് നമുക്ക് മാറാം. അങ്ങ് രാജ്യം ഭരിച്ചോളൂ, ഞാൻ കാട്ടിൽ 14 കൊല്ലം വസിക്കാമെന്ന് പറഞ്ഞു. അപ്പം അതും പറ്റില്ല. കാരണം അച്ഛൻ്റെ ആഗ്രഹം രാമൻ കാട്ടിൽ പോകണമെന്നാണ്, ഭരതൻ കാട്ടിൽ പോകണമെന്നല്ല. അപ്പം അതുകൊണ്ട് ഭരതൻ രാജ്യം ഭരിച്ചോളൂ, രാമനായ ഞാൻ കാട്ടിൽ വസിച്ചോളാം. എൻ്റെ നാട്, എൻ്റെ രാജ്യം ഈ കാടാണ്, ഞാൻ കാട് ഭരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭരതൻ അതിനനുസരിച്ച്, എന്നാൽ എനിക്ക് അങ്ങയുടേതായിട്ട് എന്തെങ്കിലും ഒന്ന് തരണം എന്ന് പറഞ്ഞു. അതാണ് മെതിയടി. അപ്പോൾ ഭരതേ പാതുകാം മേദിനിയും അപ്പോൾ മെതിയടി കൊടുത്തു. എന്നിട്ട് രാജ്യത്തെയും ദാനം ചെയ്തു. പിന്നെയോ നിദധീത ഖലു, എന്നിട്ടോ ദാനമായിട്ട് സമർപ്പിച്ചു എന്ന നിദധീത, മുഴുവനും സമർപ്പിച്ചു. അത്രയും. അതിനുശേഷം ഭരതനെല്ലാവരും മടങ്ങി. പിന്നെ രാമനും ലക്ഷ്മണനും സീതയും കൂടിയിട്ട് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. അത്രിയെ നത്വ, അത്രി മഹർഷിയെ നമസ്കരിച്ചു. അതിവിപുലം, വളരെ വിപുലമായിട്ടുള്ള ദണ്ഡകം വനം, ദണ്ഡക കാനനം, ദണ്ഡകാനനം പോരാ, ദണ്ഡക കാനനം, ദണ്ഡകമായിട്ടുള്ള വളരെ വിഷമം പിടിച്ചതായിട്ടുള്ള കാട് എന്ന് സാരം. താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, മറികടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള തിക്ക് ആയിട്ടുള്ള മരങ്ങൾ, അതേപോലെ അതിൽ എല്ലാം ഉണ്ടാവും. രാക്ഷസന്മാരുണ്ടാവും, വന്യമൃഗങ്ങളുണ്ടാവും, പാമ്പ്, ചീവീട് തുടങ്ങിയിട്ടുള്ള പല നാനാതരം ഉണ്ടാവും. അപ്പോൾ വളരെ വിഷമാണ്. കാടിൻ്റെ ഒരു ഭീകരാവസ്ഥ നിലവുണ്ട്. ആ ദണ്ഡക കാനനം ഗത്വ, അവിടെ ഗമിച്ചിട്ട് ചണ്ഡകായം, ഭയങ്കരമായിട്ടുള്ള ശരീരത്തോട് കൂടിയിട്ടുള്ള ആദ്യം വന്നതായിട്ടുള്ള അസുരൻ വിരാധനാണ്, രാക്ഷസൻ. ആ വിരാധനായിട്ടുള്ള ദൈത്യം ഹത്വ, ദൈത്യനെ വധിച്ചു. എന്നിട്ടോ മുക്തി കൊടുത്തു. ഹോ അല്ലയോ മഹാവിഷ്ണു, ശ്രീകൃഷ്ണ, ഗുരുവായൂരപ്പ, ശ്രീരാമ, ശാരഭംഗിയും ശരഭംഗ മുനിയുടെ സുഗതിയും സ്വർഗപ്രാപ്തിയെ ചാരു അകലയാഹ, വേണ്ടവണ്ണം നേടിക്കൊടുത്തു. ശരഭംഗ മഹർഷി സത്യലോകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തപസ് ചെയ്യായിരുന്നു. അപ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ട് വിരാധനെ കൊന്നതിൻ്റെ ശേഷം ശരഭംഗ ആശ്രമത്തിലേക്ക് സീതയും രാമനും ലക്ഷ്മണനും കൂടിയിട്ട് വരണത്. അപ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയിട്ട്, ഞാൻ ഇതുവരെ തപസ് ചെയ്തത് എന്തോ അത് ഫലവത്തായിരിക്കുന്നു, എനിക്കിനി പുണ്യവും വേണ്ട പാപവും വേണ്ട, അങ്ങ് എൻ്റെ ഈ പുണ്യം, എനിക്ക് ധാരാളം പുണ്യം, എൻ്റെ ഈ പുണ്യം മുഴുവൻ അങ്ങ് സ്വീകരിക്കൂ.
അങ്ങയുടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കടമകൾ ധാരാളമുണ്ട്. അപ്പോൾ എൻ്റെ ഈ തപഫലം മുഴുവൻ അങ്ങയ്ക്ക് അത് ഉപകാരമായി തീരട്ടെ. ഇത് അങ്ങ് ദാനമായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങയെ കണ്ട് അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് അങ്ങയാൽ മൃത്യു വരിക്കണം. അപ്പോൾ അതിന് ഒരു ചേക്ക കൂട്ടിയിട്ട് ഞാൻ അതിലിരിക്കാം, അങ്ങൊന്ന് കത്തിച്ചു തരണം. മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അത് കത്തിച്ചു തരണം, മുക്തി. അപ്പോൾ ശരഭംഗ മഹർഷിക്ക് മുക്തി കിട്ടുകയാണ്. മറ്റ് സത്യലോകം വരെ എത്താൻ പറ്റിയായിരുന്നുള്ളൂ, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് യാദൃശികമായിട്ട് ഭഗവാന്റെ ആഗമനം, തപസ്സിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, എനിക്കിനി ഒന്നും വേണ്ട, മുക്തി മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള മുഴുവൻ എന്താ അങ്ങേക്ക് തരണം. മഹാബലി ചെയ്ത പോലെ തന്നെ മറ്റൊരു സർവസ്വദാനമാണ് അവിടെ ശരഭംഗ മഹർഷി കൊടുത്തത്. അവിടെ തപഫലമായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അതിനെ സ്വീകരിച്ചു. എന്നിട്ട് വേണ്ട രീതിയിൽ മുക്തി കൊടുക്കുകയും ചെയ്തു. ഒരു ചേക്ക കൂട്ടി മഹായോഗിയാണ്. ആ യോഗ ശക്തി കൊണ്ട് ഭഗവാൻ ലയിച്ചു. ആ ശരീരത്തെ ഭഗവാൻ അഗ്നിക്ക് ഹവിസായിട്ട് കൊടുക്കുകയും ചെയ്തു. ശ്രുത്വ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാൽ സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാഥ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോ ശാരഭംഗീം. പുത്രാർത്തിഖിന്നം സ്വതാതം സ്വർഗയാതം ഭരതമുഖാത് ശ്രുത്വാ തപ്തഃ തസ്മൈ അംബു ദത്വാ ഭരതേ പാദുകാം മേദിനീം ച നിദധിത ഖലു അഥ അത്രിം നത്വാ അതിവിപുലം ദണ്ഡകാം വനം ഗത്വാ ചണ്ഡകായം വിരാധം ദൈത്യം ഹത്വാ ഭോഹോ ശാരഭംഗീം സുഗതിം ചാരു അകലയ. താടക എന്ന രാക്ഷസിയെ ശ്രീരാമൻ ആദ്യം വധിച്ചു. രണ്ടാമത് ആണിനെ വധിച്ചത് ഈ വിരാധൻ എന്നതായിട്ട് അസുരനെയാണ്, രാക്ഷസനെയാണ്. അപ്പോൾ ശൂലത്തിൽ ആനയൊക്കെ പുറത്തു വരണ അത്രയും ഭീകരനാണ്. ആ ഭീകരനെ വളരെ നിസ്സാരമായിട്ടാണ് ഭഗവാൻ ശ്രീരാമൻ വധിച്ചത്. ദേവത്വം കാട്ടിയിട്ടില്ല എന്നാണ്. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ധർമ്മം, സാത്വികം, ഈ രണ്ട് ഭാവത്തെ കൊണ്ടാണ് ഈശ്വരഭാവത്തെ കാട്ടിയത് എന്നാണ്. അങ്ങനെ ഭഗവാൻ രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ 14 കൊല്ലം അവിടെ വസിച്ചു. പിന്നീട് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വന്നു വെച്ചാൽ അനുജന്മാരെ വിട്ട് അത് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് കാലകേയ വധമൊക്കെ അല്ലെങ്കിൽ അതുപോലത്തെ കുറേ അസുരന്മാർ നിവാത കവച കാലകേയ വധം ഒക്കെ ഈ ശത്രുഘ്നൻ ചെയ്യുന്നുണ്ട്. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാൽ സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാഥ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോ ശാരഭംഗീം എന്ന് 6ാമത്തെ ശ്ലോകം അവസാനിച്ചു. ഇനി 7ാമത്തെ തൊട്ടുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ഇതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.